എല്ലാ MLA-മാർക്കും മന്ത്രിയാവണം. നമുക്കിടയിൽ പൊതുവായ ഒരു സംസാരമുണ്ട്, രാഷ്ട്രീയം ഒരു സേവനമാണെന്ന്. പിന്നെ എന്തിനാണ് ഇവർ അധികാരത്തിന് പിന്നാലെ പായുന്നതെന്ന്. എന്നാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഇന്ന് രാഷ്ട്രീയം എന്നത് ഒരു പ്യുവർ സേവനമാണോ? നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. രാഷ്ട്രീയം എന്നത് ഒരു പ്യുവർ സേവനം മാത്രമല്ല, അതൊരു കരിയർ കൂടിയാണ്. വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുൻപിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരാൾ വിജയിച്ചു വരുമ്പോൾ ഉയർന്ന സ്ഥാനങ്ങൾ മോഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഇത് വെറും സേവനമാണെങ്കിൽ വോട്ട് ചോദിച്ച് ഭിക്ഷാടനം നടത്തേണ്ട കാര്യമില്ലല്ലോ. മന്ത്രിയാകാൻ താല്പര്യമില്ല എന്ന് പറയുന്ന രാഷ്ട്രീയക്കാർ യഥാർത്ഥത്തിൽ നുണ പറയുകയാണ്. കാരണം പവറും പദവിയും ആഗ്രഹിക്കാത്ത മനുഷ്യർ കുറവാണ്. രാഷ്ട്രീയത്തിൽ പ്രഭാവം തെളിയിക്കണമെങ്കിൽ വെറും ഒരു MLA ആയി മാത്രം ഇരുന്നാൽ പോരാ. ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രിയാകുമ്പോൾ കിട്ടുന്ന അധികാരം, ഫണ്ട് വിനിയോഗിക്കാനുള്ള ശേഷി, പ്രോട്ടോകോൾ, ഇതെല്ലാം ആരെയാണ് ആകർഷിക്കാത്തത്? കൂടുതൽ സ്വാധീനമുള്ളവർക്കും പാർട്ടിയിൽ ഭൂരിപക്ഷ പിന്തുണയുള്ളവർക്കും ക്യാബിനറ്റ് സ്ഥാനങ്ങൾക്കായി അവകാശവാദം ഉന്നയിക്കാൻ എല്ലാ അർഹതയുമുണ്ട്. അതിനെ അധികാരമോഹം എന്ന് വിളിച്ചു പുച്ഛിക്കുന്നതിൽ അർത്ഥമില്ല. 1956 കേരളം രൂപീകൃതമായ സമയത്തെ ആദ്യത്തെ നിയമസഭയിലെ 10 MLA-മാരുടെ പേരൊന്ന് പറയാമോ? ആലോചിച്ച് നോക്ക്, ബുദ്ധിമുട്ടല്ലേ? എന്നാൽ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പേരോ പ്രധാനമന്ത്രിയുടെ പേരൊക്കെ ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയും. ഇതാണ് സത്യം. ചരിത്രം എപ്പോഴും അധികാരത്തിന്റെ തലപ്പത്തിരിക്കുന്നവരെ മാത്രമേ ഓർത്തു വെക്കുള്ളൂ. വെറും ഒരു MLA ആയി 5-10 കൊല്ലം ഇരുന്നിട്ട് പോയാൽ കാലം നിങ്ങളെ മറന്നേക്കാം. പക്ഷെ ഒരു മന്ത്രിയായി വല്ല വകുപ്പും ഭരിച്ചാൽ നിങ്ങളുടെ പേര് ചരിത്ര രേഖകളിൽ ഉണ്ടാകും. ഈ ഫെയിം അല്ലെങ്കിൽ പ്രശസ്തി തന്നെയാണ് എല്ലാരെയും ഇതിലേക്ക് നയിക്കുന്നത്. രാഷ്ട്രീയം എന്നത് ഒരു മത്സരമാണ്. ആ മത്സരത്തിന് മുകളിലെത്താൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികം മാത്രം. മന്ത്രിയാകാൻ താല്പര്യമില്ലെന്ന് പറയുന്നവർ ഒന്നെങ്കിൽ അത് കിട്ടില്ലെന്ന് ഉറപ്പുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ത്യാഗി പരിവേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. അധികാരം എന്നത് ഒരു ഉത്തരവാദിത്തം മാത്രമല്ല, അതൊരു അംഗീകാരമാണ്. ആ അംഗീകാരത്തിനായി വാദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.